നമസ്കാരം. ഒരു ജാതകത്തിൽ ധനയോഗം ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും എന്നുള്ളത് നോക്കാം. 5-ാം ഭാവാധിപൻ 9-ാം ഭാവാധിപനുമായോ 11-ാം ഭാവാധിപനുമായോ യോഗം ചെയ്താൽ ധനയോഗം ഭവിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ മിഥുനം, കന്നി എന്നീ ലഗ്നത്തിൽ ബുധൻ, ശനി, ഗുരു എന്നീ ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ, മിഥുനം കന്നിക്ക് ലഗ്നത്തിൽ വരുന്നതിന് ബുധൻ, ശനി, ഗുരു എന്നിവയുമായി ബന്ധമുണ്ടെങ്കിൽ ധനയോഗം വന്ന് ഭവിക്കും എന്നുള്ളതാണ്. ലഗ്നവും ദശാംശവും നവാംശവും നല്ല ബലമുണ്ടായിരുന്നാൽ ഈ പറയുന്നതിന് പൂർണ്ണമായ ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമായി ധനാഭിവൃദ്ധി, സത്കർമ്മനിരത, ഐശ്വര്യലബ്ധിയും ആണ് ഫലമായിട്ട് വരുന്നത്. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സന്ദർശിക്കുക.